ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചരണം അതിന്റെ പാരമ്യത്തിലേക്ക് ആവേശമൊക്കെ തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വിജയിക്കാനായിട്ട് ഏതറ്റം വരെയും പോകുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടികളുമായിട്ടാണ് പാർട്ടികളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. BJP സംബന്ധിച്ച് അവര് എന്തു പണിയും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ട് കാണിക്കും. അത് രാഷ്ട്രീയമായ മാന്യതകളെയും സത്യസന്ധതകളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവർക്ക് തോന്നുംപടി വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് അവര് രാഷ്ട്രീയ എതിരാളികളെ അപഹസിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് മുൻകാല ചരിത്രങ്ങളിൽ നിന്നും വ്യക്തമായ അല്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ള ഒരു തുറന്ന പുസ്തകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ BJPയുടെ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിലെത്തി നടത്തിയ പ്രചരണങ്ങളിൽ റാലികളിലുമൊക്കെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിൽ പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ വലിയ വിമർശനം ഉന്നയിക്കാനാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത്. അതിന് അദ്ദേഹം കാരണമായി പറഞ്ഞത് രാഹുൽ ഗാന്ധി റാലിയിൽ നടത്തിയ ഛാട്ട് പൂജയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളാണ്. ഛാട്ട് പൂജയെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അപമാനിച്ചു, അതുവഴി ബീഹാറിന്റെ സംസ്കാരത്തെ അധിക്ഷേപിച്ചു, ഛാട്ട് പൂജയെ ഉൾക്കൊള്ളുന്നവരെ അല്ലെങ്കിൽ ഛാട്ട് പൂജ ആചരിക്കുന്ന വിഭാഗത്തെ അപമാനിക്കുന്ന തരത്തിൽ, അവരുടെ ആ വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി പെരുമാറി എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒപ്പം തന്നെ അത് ഏറ്റുപിടിച്ചുകൊണ്ട് BJPയുടെ പ്രമുഖ നേതാക്കൾ വന്നു, BJP സംഘപരിവാറിന്റെ ഹാൻഡിലുകൾ വന്നു. ട്വിറ്ററിലൊക്കെ തന്നെ നിരവധി സംഘപരിവാർ പ്രവർത്തകർ അല്ലെങ്കിൽ അതിന്റെ പ്രചാരകരൊക്കെ തന്നെ ഈ മോദിയുടെ ആക്ഷേപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ, സൈബർ അറ്റാക്കുകളൊക്കെ തന്നെ നടത്തി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ രാഹുൽ ഗാന്ധി സത്യത്തിൽ എന്താണ് പറഞ്ഞത് എന്ന കാര്യം ഇവരൊന്നും തന്നെ അന്വേഷിക്കാൻ പോയില്ല. ആ സ്ഥാനത്താണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ട് ദേശീയ തലത്തിൽ ഒരു ഓൺലൈൻ മാധ്യമം രംഗത്ത് വന്നിരിക്കുന്നത്. അത് ദ വയർ എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമമാണ്. നരേന്ദ്രമോദിയെ നിർത്തിപ്പൊരിച്ചുകൊണ്ട് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ റാലിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ ആരോപണങ്ങളിലെ കള്ളത്തരങ്ങളെല്ലാം തുറന്നു കാട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായ ആരോപണങ്ങൾ ഒന്നും തന്നെ ശരിയല്ല, ഈ ഛാട്ട് പൂജയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വളച്ചൊടിച്ച് നരേന്ദ്രമോദി അദ്ദേഹത്തെ വിമർശിക്കുകയായിരുന്നു എന്ന് തെളിവുകൾ സഹിതം വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞത്, രാഹുൽ ഗാന്ധി ഒരു റാലിയിൽ നരേന്ദ്രമോദിക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് ഈ ഛാട്ട് പൂജയുടെ സ്നാനവുമായി ബന്ധപ്പെട്ടാണ്. യമുന നദിയിലാണ് ഛാട്ട് പൂജയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചടങ്ങിന്റെ ഭാഗമായിട്ട് സ്നാനം നടത്തുന്നത് അതിന്റെ വിശ്വാസികൾ. യമുന നദി എന്ന് പറയുന്നത് ഇപ്പോൾ മലിനമായി കിടക്കുന്ന ഒരു നദിയാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്കും BJP നേതാക്കൾക്കും ഒക്കെ ഈ സ്നാനം നിർവഹിക്കാനായിട്ട് യമുന നദിയോട് ചേർന്നുകൊണ്ട് മറ്റൊരു കൃത്രിമമായിട്ടുള്ള ഒരു കുളം നിർമ്മിച്ച് അതിനകത്ത് ശുദ്ധജലം നിറച്ച് അവിടെ വന്നാണ് നരേന്ദ്രമോദിയൊക്കെ തന്നെ വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് ഒരു ഡ്രാമയാണ് നരേന്ദ്രമോദി കാണിച്ചത് എന്ന ഒരു വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഈ സാധാരണ ജനങ്ങൾ ഒരു വശത്ത് യഥാർത്ഥ ഇന്ത്യ നിൽക്കുമ്പോൾ മറുവശത്ത് ഇത്തരത്തിലുള്ള ഒരു ഡ്രാമ കളിക്കുന്ന നേതാവും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും അതിന്റെ ഒരു ഇന്ത്യയും ഉണ്ട് എന്ന ഒരു വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി കാണിക്കുന്ന കാര്യങ്ങളെയൊക്കെ തന്നെ, ഇത്തരത്തിലുള്ള പരിപാടികളെയൊക്കെ തന്നെ ഡ്രാമ എന്ന് വിളിച്ചതിനെയാണ് ഛാട്ട് പൂജ ഒരു ഡ്രാമയാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന തരത്തിൽ ഇവർ വളച്ചൊടിക്കുകയും നരേന്ദ്രമോദിയും അമിത്ഷായും പിന്നീട് അദ്ദേഹത്തിന്റെ ശിൽബന്ധികളായിട്ടുള്ള നേതാക്കളും സംഘപരിവാർ അണികളും എല്ലാം തന്നെ അത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. എന്നാൽ ഈ നരേന്ദ്രമോദിയുടെ പരാമർശവും രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെയും അതിന്റെ ക്ലിപ്പുകളും ഒപ്പം തന്നെ അതിന്റെ വിശദമായിട്ടുള്ള കുറിപ്പുകളും എല്ലാം തന്നെ നൽകിക്കൊണ്ടാണ് ദ വയർ ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയായിട്ടുള്ള രീതിയിൽ അത് അച്ചടിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഛാട്ട് പൂജയെ ഒന്നും തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല, മറിച്ച് നരേന്ദ്രമോദി ഈ ഛാട്ട് പൂജയെ ഉപയോഗിച്ചുകൊണ്ട് ഡ്രാമ കളിക്കുകയാണ്. ഒരു വശത്ത് യഥാർത്ഥ ഇന്ത്യ നിൽക്കുന്നു, യമുന നദി പോലെ വളരെ മലിനമായ അതിലെ ജലം ഉപയോഗിച്ചാൽ ആളുകൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള രോഗം വരുന്ന രീതിയിലാണ് ഈ യമുന നദി ഇപ്പോൾ മലിനമായിരിക്കുന്നത്. അവിടെ സാധാരണ ജനങ്ങൾ, വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ ആ യമുന നദിയെ തങ്ങളുടെ സ്നാനത്തിനായിട്ട്, ഛാട്ട് പൂജയുമായി ബന്ധപ്പെട്ടുള്ള സ്നാനത്തിനായിട്ട് ഇപ്പോഴും ആശ്രയിക്കുമ്പോൾ മറുവശത്ത് നരേന്ദ്രമോദി ചെയ്യുന്നത് തനിക്ക് വേണ്ടിയിട്ട് ശുദ്ധജലം കൊണ്ടുള്ള ഒരു പോണ്ട്, പ്രത്യേക ഒരു കുളം നിർമ്മിച്ച് അതിനകത്ത് ശുദ്ധജലം പൈപ്പ് വഴി എത്തിച്ച്
അവിടെ നിന്നും വെള്ളം എടുത്തുകൊണ്ട് സ്നാനകർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന ഛാത് പൂജ ആചരിക്കുന്ന വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ഛാത് പൂജ ആചരിക്കുന്നേ, ഞാൻ ഇങ്ങനെ ഛാത് പൂജ ആചരിച്ചു എന്ന് അവരോട് വിളിച്ചു പറയുന്ന രീതിയിൽ ഒരു പ്രകടനം അദ്ദേഹം നടത്തി. അതിനെയാണ് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നത് എന്ന് ദ വയറിനകത്ത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഡ്രാമ എന്ന് വിളിച്ചതും ഈ നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെയാണ്. അദ്ദേഹം വോട്ടിന് വേണ്ടിയിട്ട്, ഈ വിശ്വാസികളുടെ വോട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഡ്രാമ നടത്തുകയാണ്. അതിന് നിങ്ങൾ നിന്നുകൊടുക്കരുത്. നിങ്ങളുടെ വോട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇതല്ല ഇതിനപ്പുറവും നടത്തും. അദ്ദേഹം നിങ്ങൾ ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ സ്റ്റേജിൽ കയറി അദ്ദേഹം ഡാൻസ് കളിക്കും, ഭരതനാട്യം കളിക്കാൻ പറഞ്ഞാൽ അത്തരത്തിൽ ഭരതനാട്യം കളിക്കും. അത്തരത്തിലൊരു നാടകക്കാരനാണ് നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയമായ വിമർശനമാണ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയത്. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് ഈ പറയുന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും രംഗത്ത് വന്നത്. അത് പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രസിദ്ധീകരണമാണ് നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ വെർബാറ്റം അത് ഹിന്ദിയിലും അതിന്റെ ട്രാൻസ്ലേഷനായിട്ട് ഇംഗ്ലീഷിലും അത് പൂർണ്ണമായിട്ടും ഈ പ്രസിദ്ധീകരണത്തിൽ, ഈ ഒരു ആർട്ടിക്കിളിൽ, ഈ ഒരു വാർത്തയിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ഈ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്ന ട്വിറ്റർ ഹാൻഡിലുകളും ഇതിനകത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു റിപ്പോർട്ടോടുകൂടി ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഒക്കെ തന്നെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. അവരൊക്കെ തന്നെ തങ്ങളുടെ കള്ളത്തരം പിടിക്കപ്പെട്ടതിന്റെ ജാള്യതയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ സത്യം അറിയാത്ത ആളുകൾക്കൊക്കെ തന്നെ അത് മനസ്സിലാക്കാനുള്ള വലിയൊരു ഉപാധിയായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സത്യം തിരിച്ചറിയുമ്പോഴേക്കും ഈ കള്ളം അതിന്റെ യാത്ര പൂർത്തിയാക്കിയിരിക്കുമെന്ന്. ആ രീതിയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ പരാമർശത്തെ വളച്ചൊടിച്ച് ഈ പറയുന്ന BJP സംഘപരിവാർ നേതാക്കളെല്ലാം കള്ളം ഈ രാജ്യവ്യാപകമായിട്ട് പ്രത്യേകിച്ച് ബീഹാർ ഉൾപ്പെടെ പ്രചരിപ്പിച്ചത്. അതിനെ തുറന്നു കാട്ടുന്ന വളരെ മനോഹരമായ ഒരു വാർത്തയാണ് ഇന്ന് ദ വയർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു വാർത്ത കൂടിയാണ്. എന്തായാലും നരേന്ദ്രമോദിയെയും BJPയെയും തുറന്നു കാട്ടുന്ന, പൊളിച്ചു കാട്ടുന്ന ഒരു മനോഹരമായ ഒരു വാർത്തയായിട്ട് അത് മാറിയിട്ടുണ്ട്. അവരുടെ ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇതിലാണ്, സെക്ഷനിലാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് എന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ബീഹാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ പരസ്യ പ്രചരണം, ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് നവംബർ 6-നാണ്. അതിന് മുന്നോടിയായിട്ട് നവംബർ 4-ന് പരസ്യ പ്രചരണം അവസാനിക്കും. ഇനി ഇന്നുൾപ്പെടെ വെറും 4 ദിവസം മാത്രമേ പരസ്യ പ്രചരണത്തിന് ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ അടവുകളും പയറ്റുകൊണ്ട് പാർട്ടികളും മുന്നണികളും ഒക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയ്ക്കാണ് BJPക്കെതിരെ അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രചരണത്തിനെതിരെ RJDയുടെ നേതാവായിട്ടുള്ള മനോജ് ഝാ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ മാസം ഒക്ടോബർ 6-ാം തീയതിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുന്നത്, തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കുന്നത്. അന്നു മുതൽ ആ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ പറയുന്നത് പോലെ ചില പദ്ധതികളുടെ തുകകൾ ഈ പറയുന്ന സംസ്ഥാന സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു പദ്ധതി, അതിന്റെ പണം അവരുടെ അക്കൗണ്ടുകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ഘട്ടമായിട്ട് അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയായ ഒരു നടപടിയല്ല. 10,000 രൂപയാണ് ഈ സ്ത്രീകൾക്ക്, അവർക്ക് തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള ഒരു സഹായമാണ് നേരത്തെ പ്രഖ്യാപിച്ചത്. ആ തുക പക്ഷേ നൽകി തുടങ്ങിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമാണ്. ഇനിയിപ്പോൾ അടുത്ത 4-ാം ഘട്ടം തുക കൊടുക്കാനായിട്ട് ഇരിക്കുന്നത് നവംബർ 7-നാണ്. അതായത് നവംബർ 6-ന് 1-ാം ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഇത് കൊടുക്കുകയാണ്. അതായത് നവംബർ 11-ന് 2-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ്, ഒരു 3-4 ദിവസം മുൻപ് അടുത്ത ഘട്ടം ഒരു തുക ഈ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. അതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് RJD ഒരു പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തെങ്കിലും തരത്തിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണണം. മുൻകാല ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യത നമുക്കില്ല. എന്തായാലും BJPയും JDയും ഉൾപ്പെടുന്ന NDA സഖ്യം അവിടെ അധികാരം പിടിക്കാനായിട്ട്, അധികാരം നിലനിർത്താനായിട്ട് ഏതറ്റം വരെയും പോവുകയാണ്. അവർ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെ കാറ്റിൽ പറത്തിക്കൊണ്ട്, കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട്, വർഗീയത പറഞ്ഞുകൊണ്ട്, മതത്തെയും
മതത്തെയും വർഗീയതയെയും വിശ്വാസത്തെയും ഒക്കെ തന്നെ വോട്ടാക്കി മാറ്റുന്ന തരത്തിലുള്ള ജനാധിപത്യ സംവിധാനത്തിന് ചേരാത്ത തരത്തിലുള്ള പ്രചരണ പരിപാടികളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. മറുവശത്ത് ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള മതേതര ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ബീഹാറിന്റെ ശബ്ദം പ്രതിഫലിപ്പിക്കുന്ന ഒരു സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വോട്ട് തേടുന്നത്. അവരുടെ ഈ രണ്ട് മുന്നണികളുടെയും പ്രകടന പത്രിക നോക്കിയാൽ തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. BJP നയിക്കുന്ന NDA സഖ്യം അവര് ഇതുവരെയുള്ള തങ്ങളുടെ പദ്ധതികൾ തുടരും എന്ന് പറയുമ്പോൾ, മറുവശത്ത് ഇന്ത്യ സഖ്യം പറയുന്നത് അവർ പുതുതായിട്ട് ഈ പറയുന്ന പോലെ സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും കുറഞ്ഞത് ഒരാൾക്കെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ജോലി ഉറപ്പാക്കുമെന്നതാണ്. അത് അധികാരത്തിലെത്തി 20 ദിവസത്തിനകം അതുമായി ബന്ധപ്പെട്ട നിയമം പാസ്സാക്കുമെന്ന് ആ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക്, തൊഴിലില്ലാത്തവർക്ക്, യുവാക്കൾക്കൊക്കെ തന്നെ സ്റ്റൈഫൻഡും പ്രതിമാസ ഒരു തുകയും അവര് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എല്ലാ വീട്ടമ്മമാർക്കും പ്രതിമാസം 2500 രൂപ വെച്ച് അടുത്ത അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ ഡിസംബർ 1 മുതൽ നൽകുമെന്നുള്ള വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മറുവശത്ത് BJP ആകട്ടെ അവര് തൊഴിലവസരങ്ങളൊക്കെ തന്നെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ പുതുതായിട്ടൊന്നും പറയുന്നില്ല. അവര് 1 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് മാത്രമാണ് പറയുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് BJP ഒക്കെ തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു പ്രഖ്യാപനങ്ങൾ, പുതിയ പദ്ധതികൾ ഏതെങ്കിലും തരത്തിൽ പ്രഖ്യാപിക്കാനായിട്ട് അവരുടെ പ്രകടന പത്രികയിൽ അവർക്ക് സാധിക്കുന്നില്ല. മറുവശത്ത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടന പത്രിക നോക്കുകയാണെങ്കിൽ ഒരു മാറ്റത്തിന്റെ പ്രതിച്ഛായ നമുക്ക്, അല്ലെങ്കിൽ മാറ്റത്തിനുള്ള ചില രീതികൾ, അതിനുള്ള ചില തുടക്കങ്ങളൊക്കെ തന്നെ വിളിച്ചു പറയുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളാണ് അവരുടെ പ്രകടന പത്രികയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ വ്യത്യാസങ്ങളൊക്കെ തന്നെ അവിടുത്തെ ജനത തിരിച്ചറിഞ്ഞുകൊണ്ട് ഉള്ള ഒരു ജനവിധി ഈ പറയുന്ന നവംബർ 6-നും 11-നും കുറിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.